കേരളത്തിലെ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തിട്ടുള്ള നേതാവ് ഞാനാണ്. 2019 പാർലമെൻറ്റ് ഇലക്ഷൻ തോറ്റതിന് ശേഷം എനിക്കെതിരായിട്ട് കേരളത്തിൽ നടന്നൊരു ഭീകരാക്രമണം, സംഘടിതമായ സോഷ്യൽ മീഡിയ അറ്റാക്കാണ്. 84 വയസ്സായി, യേശുക്കാരനായി തുടങ്ങി എനിക്ക് 84 വയസ്സായി. ഇനി അവസാന കാലത്ത് എൻ്റെ ശൈലി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ സഖ്യത്തിന് ഒരു ഈസി വാക്ക് ഓവർ ഉണ്ടാകുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നു? ഒരിക്കലുമില്ല. ഇറ്റ്സ് എ വെരി ടഫ് ഫൈറ്റ്. ഇന്ത്യ മുന്നണിയുണ്ടായ സാഹചര്യത്തിൽ വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധിയെ എതിരായ സ്ഥാനാർത്ഥി നിർത്താൻ പാടില്ലായിരുന്നു. അതാണ് LDF വെച്ച് തെറ്റ് എന്നെ. അനിൽ ആന്റണിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിലുമായി ആ സമയത്തൊരു സാഹചര്യവുമായി ഇപ്പോൾ അങ്ങ് പൊരുത്തപ്പെട്ടു. ഒരു മാസം കഴിഞ്ഞ് പൊരുത്തപ്പെട്ടു. കാരണം ഇപ്പം ഞാൻ പൊരുത്തപ്പെട്ടു. അവൻ BJP, ഞാൻ കോൺഗ്രസ്. ഇന്ന് കേരളത്തിലെ സർവേ നടത്തുന്ന ചാനലുകളെല്ലാം നടത്തി സർവേ പതിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. നമസ്കാരം. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. തീപാറുന്ന പോരാട്ടം ഉച്ചസ്ഥായിലെത്തുമ്പോൾ ആര് വീഴും ആര് വാഴും എന്ന ആകാംക്ഷ ബാക്കിയാകുന്നു. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിരോധ മന്ത്രിയുമായ ശ്രീ കെ ആന്റണി. സ്വാഗതം സർ. രാജ്യം അതിപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും അതിനിർണായകം തന്നെയാണ്. അങ്ങയുടെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കോൺഗ്രസ്സിന് 2024 ഡു ഓർ ഡൈ. അങ്ങ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് നിർണായകമായൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. എങ്ങനെ തോന്നുന്നു? ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടില്ല, പക്ഷേ ആക്റ്റീവല്ല. ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഇലക്ഷനേക്കാൾ വ്യത്യസ്തമാണ്. സംസ്ഥാന രാഷ്ട്രീയത്തേക്കാൾ ഈ ഇലക്ഷൻ ദേശീയ രാഷ്ട്രീയത്തിലാണ്. സ്വതന്ത്രമായ ജുഡീഷ്യറി, സ്വതന്ത്രമായ ഇലക്ഷൻ കമ്മീഷൻ, ഇതെല്ലാം നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകതകളാണ്. ഈ പ്രത്യേകതകൾ നിലനിൽക്കുമോ? ഇന്നത്തെ കാണുന്ന ഇന്ത്യയിലെ ജനാധിപത്യം നിലനിൽക്കുമോ? ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായി അതിനെ കോട്ടത്തട്ടുന്ന പല നടപടികളുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും BJPയിലെ തീവ്രവാദികളായ പല ആൾക്കാരും സംസാരിക്കുന്നത് ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഭരണഘടന മാറ്റുമെന്നുള്ളതാണ്. ഭരണഘടന മാറിയാൽ ഇന്ത്യ പോയി. അതാണ് ഈ ഇലക്ഷൻ ഞങ്ങൾ ഡു ഓർ ഡൈ ഇലക്ഷനായിട്ട് കാണുന്നത്. ഇന്ത്യ സഖ്യം മാറ്റി നിർത്തിയാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഡു ഓർ ഡൈ തന്നെയാണോ? തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ കോൺഗ്രസിന് വളരെ തകർച്ചയുണ്ടായ ഇലക്ഷനാണ്. ആ സ്ഥിതി മാറിയിരിക്കുകയാണ്. ഇന്ന് കോൺഗ്രസിൻ്റെ പാർലമെൻറ്റിലെ അംഗസംഖ്യ ഗണ്യമായി വർദ്ധിക്കാൻ പോവുകയാണ്. ഗണ്യമായി. ഉദാഹരണം, കർണാടകത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് ഒരു സീറ്റാണ് കിട്ടിയത്. ഇത്തവണ എത്ര പോയാലും ഭൂരിപക്ഷം സീറ്റ് കോൺഗ്രസിനാണ്. തെലങ്കാന കോൺഗ്രസ് ഇല്ലായിരുന്നു. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റാണ് കിട്ടിയത്. ഇത്തവണ കോൺഗ്രസ് നയിക്കുന്ന മുന്നണി ഭൂരിപക്ഷം സീറ്റ് കിട്ടാൻ പോവാണ്. ബീഹാറിൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് 1 സീറ്റാണ്. ബീഹാറിലും ഞങ്ങളുടെ മുന്നണി നല്ല രീതിയിലാണ്. എല്ലാ സർവേയും പറയുന്നത് രാജസ്ഥാനിലെയും മധ്യപ്രദേശത്ത് പോലും BJP കഴിഞ്ഞ പ്രാവശ്യം സീറ്റ് കിട്ടത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷനിൽ കോൺഗ്രസ് നില കാര്യമായി മെച്ചപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഒരു ഈസി വാക്ക് ഓവർ ഉണ്ടാകുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നു? ഒരിക്കലുമില്ല. ഇറ്റ്സ് എ വെരി ടഫ് ഫൈറ്റ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ BJPക്ക് ഈസി വാക്ക് ഓവറാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. അതുകൊണ്ടുള്ള പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി 400 സീറ്റ് ഇട്ടു പോയത്. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കാറ്റ് മാറി വീശുകയാണ്. ഒരു പ്രധാന ഘടകം ഇന്ത്യ മുന്നണി രൂപീകരണം തന്നെയാണ്. 28 പാർട്ടികളെ യോജിപ്പിക്കാൻ സാധിച്ചതാണ്. അതിൽ കോൺഗ്രസ് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തു. ഇതിന് കോൺഗ്രസ് ഒരുപാട് സീറ്റ് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നത്. ഇത്ര 300 സീറ്റേ മത്സരിക്കുന്നുള്ളൂ. ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ഞങ്ങൾ എത്ര സീറ്റ് മത്സരിക്കുന്നതിനേക്കാൾ എത്ര സീറ്റ് BJP തോൽപ്പിക്കുക എന്നാണ് പറയുന്നത്. ആണ് 28 പാർട്ടികളുടെ മുന്നണി ഉണ്ടാക്കിയത്. അതൊരു ഘടകം. 2, BJP കാണിക്കുന്ന വെൻഡറ്റ പൊളിറ്റിക്സ്, പ്രതികാര രാഷ്ട്രീയം, നീതിബോധമുള്ള ഇന്ത്യക്കാർ ഇഷ്ടപ്പെടുന്നില്ല. ഈ ഇലക്ഷൻ കാലത്ത് 2 മുഖ്യമന്ത്രിമാർ ജയിലിലാണ്. EDയും നികുതി ഇൻകം ടാക്സും CBIയും ഇലക്ഷൻ കാലത്ത് ഇങ്ങനെ നിരന്തരമായി പ്രതിപക്ഷ പാർട്ടിയുടെ വെച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതൊരു ഘടകമാണ്.
ഇതിനെതിരായിട്ട് പോരാട്ടം നടക്കുകയാണ്. അതിന് മുൻപന്തിയിൽ രാഹുൽ ഗാന്ധിയാണ്. ഇന്ന് കേരളത്തിലെ സർവേ നടത്തുന്ന ചാനലുകളെല്ലാം നടത്തിയ സർവേ പതിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധി. ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും തുടർഭരണം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു മികവ് കൊണ്ടാണ് എന്ന് പറയുന്നില്ല. ഈ രണ്ടിടത്തും പ്രതിപക്ഷം ദുർബലമാകുന്നത് കൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ തുടർഭരണം ഉണ്ടാകാൻ പ്രധാന കാരണം കൊറോണയാണ്. അന്നുണ്ടായിട്ട് ഫ്രീ കിറ്റും അന്നത്തെ അന്തരീക്ഷവും അതാണ് ഗവൺമെൻറ് ഉണ്ടാകാൻ പ്രധാന കാരണം. പക്ഷേ തുടർഭരണമാണ് ഈ കേരളം നശിപ്പിച്ചത്. മാർക്സിസ്റ്റ് പാർട്ടിയെ പോലും നശിപ്പിച്ച തുടർഭരണമാണ്. അപ്പോൾ ഞാനിപ്പോൾ തുടർഭരണത്തിനെതിരാണ്. ആർക്കും തുടർഭരണം കൊടുത്തുകൂടാ, മാറി മാറി ഭരിക്കട്ടെ, അതായിരിക്കും നല്ലതാണ് പറയുന്നത്. കോൺഗ്രസ് അപ്പോൾ ഈ 60 വർഷത്തിലേറെ തുടർച്ചയായി ഭരിച്ചുകൊണ്ടേ വരുന്ന ഒരു സാഹചര്യമാണോ കോൺഗ്രസിനെ പോലും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്? തുടർഭരണം ആർക്കും നല്ലതല്ല. കോൺഗ്രസ് ആയാൽ പോലും ആർക്കും നല്ലതല്ല. പക്ഷേ ഈ ഘട്ടത്തിലേക്ക് എത്താൻ കാരണം മണ്ഡൽ മസ്ജിദ് തുടങ്ങിയതിൻ്റെ ഇന്ത്യയിൽ മണ്ഡലിൻ്റെ പേരിലും മസ്ജിദിൻ്റെ പേരിലും ഉണ്ടായ ഡിവിഷൻ തന്നെ അതിൻ്റെ കോൺഗ്രസിൻ്റെ ക്ഷീണത്തിന് കാരണമായി. ഈ രാമക്ഷേത്രത്തെ വിവാദം, അതുപോലുള്ള വിവാദങ്ങൾ സാധാരണഗതിയിൽ ഇന്ത്യയിലെ ജനങ്ങൾ മോഡറേറ്റ്സാണ് പൊതുവെ. പക്ഷെ പെട്ടെന്നൊരു സാമുദായിക വികാരം ആളിക്കത്തി. ആളിക്കത്തിൻ്റെ ഫലമായിട്ടാണ് 2014-ലും 2019-ലും BJP ജയിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇന്ത്യയിലാണ് സ്ഥിരമായി ഒരു സാമുദായിക വികാരം നിൽക്കില്ല. കാരണം ഇന്ത്യക്കാർ പൊതുവെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മിതമായി പെരുമാറുന്നവർ, നീതിയായിട്ട് പെരുമാറുന്ന ഇന്ത്യക്കാരാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞിട്ട് ഇനി ആ ടെമ്പറേച്ചർ കൂട്ടണ്ട. രാമക്ഷേത്രം തന്നെ ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തെ വികാരമില്ല. കാരണം ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയപ്പോൾ എല്ലാവർക്കും ആവശ്യമായിരുന്നു. പക്ഷെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി പ്രണപ്രതിഷ്ഠ നടത്തിയപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല എതിർത്തത്, ഹൈന്ദവ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആചാര്യന്മാരെല്ലാം പറഞ്ഞു. ഒരു ശങ്കരാചാര്യന്മാർ 4 പേരും പറഞ്ഞു, ഞങ്ങൾ വരില്ല, ഞങ്ങൾ ക്ഷേത്രത്തിന് വേണം, ഞങ്ങളുടെ ആഗ്രഹമാണ്, ശ്രീരാമന് ക്ഷേത്രം വേണം, ക്ഷേത്രം പൂർത്തിയാക്കി ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷേ അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടത് പ്രധാനമന്ത്രിയല്ല, രാഷ്ട്രീയക്കാരനല്ല, ഒരു മതപുരോഹിതനാണ് ഇതാണ് അവർ പറയുന്നത്. പ്രാണപ്രതിഷ്ഠ പ്രധാനമന്ത്രി നടത്തിയോടുകൂടി BJPക്ക് അനുകൂലമായിട്ടുള്ള ആ വികാരം കെട്ടടങ്ങിപ്പോയുള്ളൂ. UP ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യയിലെ ആ ഹിന്ദി ബെൽറ്റിൽ BJPയെ തകർക്കുക എന്ന് പറയുന്നത് അത് കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ഒരു വെല്ലുവിളി അല്ല എന്നാണോ അങ്ങ് പറയുന്നത്? UPയിൽ ഇപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്. UPയിൽ പക്ഷെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉത്തരാഖണ്ഡിലും ഛത്തീസ്ഗഡിലും ബീഹാറിലും BJPക്ക് പഴയ നില നിലനിർത്താൻ കഴിയില്ല. ഇങ്ങോട്ട് വന്നാൽ മഹാരാഷ്ട്രയിൽ BJP വളരെ തകർന്നടിയാൻ പോവുകയാണ്. തെക്കേ ഇന്ത്യയിലേക്ക് വന്നാൽ BJP കാര്യമായ സീറ്റ് കിട്ടാൻ പോകുന്നില്ല. BJP തന്നെ ആദ്യം 400 സീറ്റിനൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ ഇന്ത്യയുടെ സർവേയിൽ അവരിപ്പോൾ സീറ്റിൻ്റെ എണ്ണം കുറച്ചു. എങ്ങനെയെങ്കിലും ഭൂരിപക്ഷം കിട്ടുന്നതായിപ്പോൾ അമിതവിശ്വാസം അവർക്ക് തന്നെ നഷ്ടപ്പെട്ടു. ഉദാഹരണത്തിന് കേരളത്തിൽ തന്നെ എനിക്കറിയത്തില്ല പ്രധാനമന്ത്രി ആരും ഉപദേശിക്കുന്നു, അദ്ദേഹത്തിന് ശരിയായ ഉപദേശം കിട്ടുന്നില്ല. അത് ഇത്ര പ്രാവശ്യം കേരളത്തിൽ വരേണ്ട കാര്യമില്ലായിരുന്നു, നിർഭാഗ്യമായിപ്പോയി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്രയേറെ ഓടി നടന്ന കേരളത്തിൽ ഈ ഉഷ്ണകാലത്ത് പോകേണ്ട കാര്യമില്ല. കാരണം BJPക്ക് 20 സീറ്റിലും ഒരു സീറ്റ് ജയിക്കാൻ പോകില്ല, ഒറ്റ സീറ്റ് ജയിക്കുന്നില്ല. കേരളത്തിലെ മത്സരം UDF LDF തമ്മിലാണ്. പക്ഷേ ആ ഒരു വോട്ടിംഗ് ശതമാനം അത് വലിയ തോതിൽ തന്നെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കേരളത്തിൽ BJP ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിൻ്റെ കെമിസ്ട്രി BJPക്ക് അനുകൂലമല്ല. ഓരോ സ്റ്റേറ്റിൻ്റെ കെമിസ്ട്രി ഉണ്ട്. കേരളത്തിലെ കെമിസ്ട്രി BJPക്ക് അനുകൂലമല്ല. ഒന്നെങ്കിൽ UDF അല്ലെങ്കിൽ LDF. BJP ഉണ്ടായിരിക്കും. പണ്ട് മുതലേ ജനസംഘം തുടങ്ങിയിട്ട് ഏറ്റവും ആദ്യമായിട്ട് ശക്തമായി യൂണിറ്റുകൾ സ്ഥാപിച്ച സ്റ്റേറ്റുകളൊന്ന് കേരളമാണ്. രാജഗോപാലും KG മാരാരൊക്കെ ഉള്ള ഒരു കാലഘട്ടമുണ്ട്. RSSന് ഏറ്റവും കൂടുതൽ ശക്തമായ ശാഖയുള്ള സ്റ്റേറ്റ് കേരളമാണ്. പക്ഷേ വോട്ടിങ്ങിന് ഒരു പരിധിയുണ്ട്.
പക്ഷെ അവർക്ക് ഏറ്റവും അവരുടെ സുവർണകാലം എന്ന് പറയുന്നത് 2019 അതിന് പ്രധാന കാരണം ശബരിമല സ്ത്രീ പ്രവേശനമാണ്. അതൊരു വികാരപരമായ സ്ഥിതിയാണ്, ഒരു വൈകാരികമായ പ്രശ്നം. കാരണം കേരളത്തിലെ ഹിന്ദുക്കളിൽ സ്ത്രീകളിൽ പ്രത്യേകിച്ച് 99% ആൾക്കാരും ശബരിമല സ്ത്രീ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിനെതിരായിരുന്നു. ആ ഘട്ടത്തിൽ കേരള ഗവൺമെൻറ് ഒരു പണ്ടിൽ മണ്ടത്തരം കാണിച്ചു. ജഡ്ജ്മെൻറ്റ് വന്ന പിറ്റേ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു ആരെതിർത്താലും നടപ്പാക്കുമെന്ന് പറഞ്ഞു. അതോട് തുടങ്ങി കലഹം. മാത്രമല്ല പമ്പയിൽ നിന്നും മാക്കൂട്ടം വരെ 200 പോലീസുകാരുടെ സംരക്ഷണയിൽ മലയാളികളില്ലാത്ത 2 യുവതികളെ അതുണ്ടാക്കിയ വികാരപരമായ അന്തരീക്ഷം. അപ്പോഴാണ് നാമജപഘോഷയാത്ര ഇങ്ങനെയൊക്കെ നടന്ന ആ അന്തരീക്ഷത്തിൽ അത് കുറച്ച് ഞങ്ങൾക്കും പ്രയോജനം BJPക്ക് പ്രയോജനം. അന്നാണ് BJPക്ക് സുവർണകാലം, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ കാലമാണ്. ഇനി അത് കിട്ടില്ല. കേരളം ഒരു മതേതര സംസ്ഥാനമാണ്. കേരളത്തിലെ ജനങ്ങൾ ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനികളായാലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിലും അവരെല്ലാം ഒരുമിച്ച് കൂട്ടായ്മ കഴിയാൻ ആഗ്രഹിക്കുകയാണ്. ഓണം വന്നാലും പെരുന്നാൾ വന്നാലും ക്രിസ്മസ് വന്നാലും അതിലൊക്കെ പരസ്പരം സഹകരിച്ച് ആഘോഷിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഒരു മതപരമായ വേർപിരിവിൻ്റെ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയത്തെ കേരളം ഉൾക്കൊള്ളുന്നില്ല. കഴിഞ്ഞ 2014-ലും 2019-ലും നമ്മൾ കാണുന്നത് തിരുവനന്തപുരത്ത് അതല്ല കഥ. 2ാം സ്ഥാനത്താണ് BJP. നല്ല രീതിയിൽ വോട്ട് ശതമാനം ഉയർത്തുന്നുമുണ്ട്. എൻ്റെ തോന്നൽ 20 സീറ്റിലും മത്സരം UDF LDF ആയിരിക്കും. BJP 3 സ്ഥലത്ത് പോകും. ശശി തരൂർ ഏതായാലും പാട്ടും പാടി ജയിക്കും, അതിനൊരു സംശയം വേണ്ട. ശശി തരൂർ വീണ്ടും തിരുവനന്തപുരത്തിൻ്റെ MP. ഞാൻ അത് പരസ്യമായി പറയാൻ തയ്യാറാണ്. ശശി തരൂരിനെ തോൽപ്പിക്കാൻ വേണ്ടി നടക്കുന്നത് വെറും പാഴ്വേലിയാണ്. അതിനുവേണ്ടി വെയിൽ കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് രാഷ്ട്രീയ വോട്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെതായ ഒരു കോൺസ്റ്റിറ്റ്യൂൻസി ഉണ്ട്. അത് കമ്പൈൻ ചെയ്യുമ്പോൾ ശശി തരൂർ മറ്റ് 2 സ്ഥാനാർത്ഥികൾ ബഹുദൂരം മുന്നിലാണ്. ഈ BJP തുടർച്ചയായി അധികാരത്തിലിരിക്കുമ്പോൾ BJP ആയിരിക്കും ഇനി കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്നൊരു പൊതുവെ അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടാക്കാൻ BJPക്ക് സാധിച്ചു. പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് വിട്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത പല നേതാക്കളും കോൺഗ്രസ് വിട്ട് ഈ കാലയളവിൽ BJPയിലേക്ക് പോയി. അത് ND തിവാരിയുടെ കാലം മുതൽ നോക്കുകയാണെങ്കിൽ നജ്മ ഹെപ്തുള്ള, റീത്ത ബഹുഗുണ ജോഷി, SM കൃഷ്ണ, കർണാടക മുഖ്യമന്ത്രിയായിരുന്ന SM കൃഷ്ണ, ഇങ്ങനെ പ്രമുഖരുടെ ഒരു നിര തന്നെ BJPയിലേക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ കൃത്യമായി BJPക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാക്കാൻ ദേശീയ തലത്തിൽ സാധിച്ചതും ഇതും കൂടി ഒരു കാരണമായില്ലേ? BJPക്ക് അടിസ്ഥാനം നേരത്തെ ഉണ്ട്. BJPയുടെ അടിത്തറ എന്ന് പറയുന്നത് RSS ആണ്. RSS ഇന്ത്യയിൽ വളരെ ശക്തമായ സംഘടനയാണ്, നല്ല ഓർഗനൈസ്ഡ് ആയ സംഘടനയാണ്. അത് നേരത്തെ മുതലുണ്ട്. ഞാനൊരു ചരിത്ര വിദ്യാർത്ഥിയാണ്. എല്ലാ കയറ്റങ്ങൾക്കും ഒരു ലിമിറ്റുണ്ട്. BJPയുടെ കയറ്റം കഴിഞ്ഞു, ഇനി ഇറക്കം തുടങ്ങാൻ പോകണം. എന്തുകൊണ്ടാണ് അങ്ങ് ഈ കയറ്റം കഴിഞ്ഞു ഇറക്കം തുടങ്ങി എന്ന് അങ്ങ് പറയുന്നതിനുള്ളൊരു പ്രധാന കാരണം എന്താണ്? ഈ 10 വർഷം കൊണ്ട് ഒരു മരവിപ്പ് അല്ലെങ്കിൽ ഒരു മടുപ്പ് തന്നെയാണോ? പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ മോഡി ഗ്യാരണ്ടി എന്ന് പറയുന്നത് പഴയ വിശ്വാസ്യത ഇല്ല. ആദ്യം അദ്ദേഹം പറയുന്നത് 1 വർഷം 2 കോടി ചെറുപ്പക്കാരെ ജോലിയാണ്. അത് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ഇന്ത്യ തൊഴിലില്ലാത്തവരുടെ നാടകം മാറുമായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറത്തേക്കാണ് പോകുന്നത്. അത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നാണ്. രണ്ടാമത്തെ ഒരു ഗ്യാരണ്ടി എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ നടന്നിട്ടുണ്ട്. അപ്പോൾ പഴയ വിശ്വാസ്യത മോഡി ഗ്യാരണ്ടിക്കില്ല. ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഈ വിശ്വാസ്യത ഇല്ലാതെ വരുമ്പോൾ, അതായത് മോദി സർക്കാർ 10 വർഷം രാജ്യം ഭരിച്ചു, ആ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുമ്പോൾ പകരം മറ്റൊരു കക്ഷിയെ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ നേതാവിന് വിശ്വാസത്തിലെടുക്കാൻ രാജ്യത്ത് ഉയർത്തിക്കാട്ടാൻ ഒരു പാർട്ടിയോ നേതാവോ ഇല്ലാതെ പോകുന്നു. ക്രമേണ രാഹുൽ ഗാന്ധിയുടെ വിശ്വാസ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭാരത് ജോഡോ യാത്ര അതിന് ആ തുടക്കം, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് കൂടി വരുവാണ്.
അങ്ങ് ഇപ്പോഴും കരുതുന്നുണ്ടോ 2024 രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ കേന്ദ്രത്തിൽ വരുമെന്ന്? ഇല്ല, പ്രധാനമന്ത്രി സ്ഥാനം ഞാൻ ആലോചിച്ചിട്ടില്ല. അതേക്കുറിച്ച് ചർച്ച ചെയ്ത് വഴക്കോട്ടൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആദ്യം ജയിക്കട്ടെ. ഇന്ത്യ മുന്നണി വരുമെന്ന് ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം അതിലെ കക്ഷികൾ ആലോചിച്ചിട്ട് ഒരു പ്രധാനം നിശ്ചയിക്കും. ഭൂരിപക്ഷത്തിന് മുമ്പ് തന്നെ ഒരു നേതാവിനെ നിശ്ചയിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അങ്ങനെ മണ്ഡലത്തിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ മുന്നണി ഇക്കുറി അധികാരത്തിൽ എത്തുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷ. ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്താനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്നത് ഇന്ത്യ മുന്നണി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. BJP പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ജൂൺ 2 വരെ ഉണ്ട്. ഇന്ത്യ മുന്നണിയുടെ മൊമെൻറ്റം കൂടുകയാണ്. ഇതുപോലെ മുന്നോട്ട് പോയാൽ ഇന്ത്യ മുന്നണിക്ക് ജൂൺ 2 കഴിയുമ്പോൾ ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇടഞ്ഞു നിൽക്കുന്ന, ദേശീയ തലത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലാണെങ്കിൽ കൂടിയും പൂർണ്ണമായി ഒരു ചില വിയോജിപ്പുകളും ഭിന്നതകളും അസ്വാരസ്യങ്ങളും ഒക്കെ നേതാക്കന്മാർക്കിടയിൽ, ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാർക്ക് പലർക്കും നമുക്ക് കാണാൻ കഴിയും. മമതാ ബാനർജി ആയാലും അഖിലേഷ് യാദവ് ആയാലും കേജ്രിവാൾ ആയാലും, ഇങ്ങനെ ഇവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോയി ഒരു വേദിയിലാക്കാൻ അവസാനം കഴിയുമെന്ന് തന്നെയാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും വിശ്വാസം. അവർ തന്നെ പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് സ്റ്റേറ്റുകളിൽ ചില അഭിപ്രായം. പക്ഷേ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഇന്ത്യ മുന്നണിയാണ്. മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റായി പറയുന്നുണ്ട്. കോൺഗ്രസുമായിട്ടുള്ള സൈക്യമെന്ന് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടായിരുന്ന അഖിലേഷ് യാദവിനാണ്. ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത് കേജ്രിവാളിനാണ്. അവിടെ 4 സീറ്റ് ആം ആദ്മി പാർട്ടി, 3 സീറ്റ് കോൺഗ്രസ് മത്സരിക്കും. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പലരും കോൺഗ്രസിൽ നിന്ന് അകന്നു പോകുന്നു. ഇവിടെ കേരളത്തിൽ പോലും നമ്മൾ ദേശീയ തലത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ KV തോമസ് അടക്കം, KV തോമസ്, PC ചാക്കോ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഒരു പട്ടിക തന്നെ നമ്മുടെ കൈവശമുണ്ട്. അതുമുതൽ ഏറ്റവും ജൂനിയറായ അങ്ങയുടെ പുത്രൻ അനിൽ ആൻ്റണി, സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും അനിൽ ആൻ്റണി മീഡിയ സെല്ലിൻ്റെ മേധാവിയൊക്കെ ആയിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത്. ഏറ്റവും മുതിർന്ന നേതാക്കൾ മുതൽ ഏറ്റവും ജൂനിയറായ നേതാക്കൾ വരെ കോൺഗ്രസ് വിട്ടു പോകുന്നു, മറ്റ് മുന്നണികളിലേക്ക് ചേരുന്നു. പക്ഷേ അതിൽ പലർക്കും BJPയിലേക്ക് ഒരു വലിയൊരു ആകർഷണം ഈ യൂത്തിൻ്റെ നിരയിൽ നിന്നൊക്കെ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇവരെ പിടിച്ചു നിർത്താൻ കഴിയാതെ പോകുന്നത്? ഈ 2014-ലും 19-ലും ഇത് ശരിയാണ്. വൺ വേ ട്രാഫിക്കായിരുന്നു. ആളുകൾ BJPയിലേക്ക് പോവുകയായിരുന്നു. 2024 കാണുന്നത് അങ്ങോട്ടും പോകുന്നുണ്ട്, ഇങ്ങോട്ടും വരുന്നുണ്ട്. BJPയിൽ നിന്ന് ഇങ്ങോട്ടും ഒഴുക്കുണ്ട്. 2024 പ്രത്യേകത അതാണ്. വൺ വേ ട്രാഫിക് അല്ല, 2 വേ ട്രാഫിക്കാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അവിടെ തന്നെ നല്ല ഭദ്രമല്ലാത്തതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ആൾക്കാരുടെ കുറുമാറ്റത്തിന് അനുഭവമല്ല കേട്ടോ. പക്ഷേ യഥാർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങോട്ടും പോകുന്നുണ്ട്, ഇങ്ങോട്ടും വരുന്നുണ്ട്. 2 തവണ പ്രതിരോധ മന്ത്രിയായിരുന്ന അങ്ങയെ വളരെയേറെ പ്രശംസിച്ചും പുകഴ്ത്തിയുമാണ് ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇപ്പോൾ പ്രസംഗിച്ചു പോയിരിക്കുന്നത്. AK ആൻ്റണി തികച്ചും ആദർശവാനായൊരു നേതാവാണ്. മകൻ അനിൽ ആൻ്റണി അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്ദിക്കണം. അങ്ങ് ശരിക്കും കോൺഗ്രസിൻ്റെ ഒരു സമ്മർദ്ദം അങ്ങേക്കുള്ളത് കൊണ്ടാണ് അനിൽ ആൻ്റണിയെ പിന്തുണയ്ക്കാൻ തയ്യാറാകാത്തതും വിമർശിച്ചു കൊണ്ടിരിക്കുന്നതും എന്നാണ് പറയുന്നത്. സത്യത്തിലൊരു സമ്മർദ്ദം കോൺഗ്രസിനുള്ളിൽ സമ്മർദ്ദമില്ല. ഞാൻ KSU പ്രവർത്തകനായാലും മുതൽ എൻ്റെ സ്റ്റാൻഡ് കുടുംബം വേറെ, രാഷ്ട്രീയം വേറെ. കുടുംബകാര്യങ്ങൾ വേറെ, രാഷ്ട്രീയം വേറെ. രാഷ്ട്രീയത്തിൽ തനി കറതീരുന്ന കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാരനായിട്ട് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ആരോടും വ്യക്തിപരമായ വിരോധമില്ല. പക്ഷേ ഞാൻ കോൺഗ്രസ് ആദർശങ്ങൾ വിശ്വസിക്കുന്നു. മക്കൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ, ഇഷ്ടമുള്ള ആദർശത്തിൽ വിശ്വസിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ആദ്യം മുതലേ കൊടുത്തിരുന്നു. വിശ്വാസ കാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും എൻ്റെ വീട്ടിൽ ആരുടെ പേരിൽ അടിച്ചേൽപ്പിക്കാറില്ല. അത് ആദ്യകാലം എൻ്റെ പിതാവിൻ്റെ കാലമുള്ള സ്ഥിതി ഇതാണ്. ഇപ്പോൾ അനിൽ ആൻ്റണിക്ക് കോൺഗ്രസിൻ്റെ മീഡിയ സെല്ലിൻ്റെ ചുമതല കൊടുത്തതുപോലും അതെങ്ങനെയായിരുന്നു? എനിക്കറിയില്ല, എനിക്കിത് പങ്കില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശശി തരൂരിനോട് കൊടുത്തതാണ്. അതറിഞ്ഞപ്പോൾ അങ്ങേക്ക് അതിനോടുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു? ഇനി അത് റണ്ണിങ് കമ്മിറ്റിക്കാരില്ല, ഇറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ. ഞാനിപ്പോൾ കോൺഗ്രസ്, അനിൽ ആൻ്റണി BJP ചർച്ചയില്ല. BJP കോൺഗ്രസും CPM-ഉം ഒക്കെ ആ ഒരു വിഷയം ഇപ്പോഴും ആളിക്കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എത്ര തന്നെ അങ്ങ് വീഴ്ച മാറിയാൽ പോലും ഞാൻ ജീവിതത്തിൽ അതിൽ നിന്നൊക്കെ പിന്മാറാൻ എത്രത്തോളം സാധിക്കുമെന്നാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിവാദങ്ങൾ കടന്നുപോയതാണ്.
67 മുതൽ ഞാൻ പൊതുരംഗത്തുണ്ട്. വിവാദങ്ങളിൽ കൂടി തന്നെ കടന്നു പോന്നിട്ടുള്ളത്. ഇതൊക്കെ ഒരു താൽക്കാലികമാണ്. എനിക്ക് നിലപാടുകളുണ്ട്, വിശ്വാസ പ്രമാണങ്ങളുണ്ട്. ഞാൻ ജീവിതത്തിലുടനീളം അതിനോട് കൂറ് പുലർത്തിയിട്ടുണ്ട്, ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്, ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പോലും. പത്മജ വേണുഗോപാൽ അതിനുശേഷം എപ്പോഴെങ്കിലും അങ്ങയെ വിളിക്കുകയോ? ഇറ്റ്സ് എ ട്രാജഡി. അതിനപ്പുറത്ത് കമൻ്റ് ഇല്ല. സംസ്ഥാന കോൺഗ്രസ്സിലായാലും അതിനപ്പുറം ദേശീയ കോൺഗ്രസിൻ്റെ ഒരു മുഖമാണ് AK ആൻ്റണി എന്ന നേതാവ്. പക്ഷേ അങ്ങ് നിശബ്ദനാണ്, അങ്ങ് ഒന്നും ശബ്ദിക്കാതെ രാജ്യസഭയിലുണ്ടായിരുന്നു. അങ്ങയുടെ മൗനമാണ് പല വിപത്തുകൾക്കും കാരണമായി എന്നുള്ള വിമർശനമൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. നാച്ചുറൽ ലോയാണ്. പ്രായം ഒരു ഘടകമാണ്. അത് അംഗീകരിക്കാൻ പലർക്കും മടിയുണ്ട്, എനിക്ക് മടിയില്ല. പ്രായമാകുമ്പോൾ പണ്ടത്തെ പോലെ കൂടി നടക്കാൻ സാധ്യമല്ല. അതനുസരിച്ച് നമ്മൾ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. പ്രായം ഒരു ഘടകമാണ്. 2014 മോദി സർക്കാർ, BJP സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടിയാണ് വലിയൊരു രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ അടിയൊഴുക്കൾ പലതും ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായത്. ആ ഒരു കാലഘട്ടം മുതലായിരുന്നു. ആ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഏറ്റവും നിർണായകമായ പല തീരുമാനങ്ങളും എടുത്തിരുന്ന നേതാവാണ് അങ്ങ്. ആ സമയത്തെടുത്ത ഏതെങ്കിലും ഒരു തീരുമാനങ്ങളോ എവിടെയെങ്കിലുമൊക്കെ പിന്നീട് അതേക്കുറിച്ച് അങ്ങ് റിഗ്രറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസിനുണ്ടായ തോൽവിയിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ അത് രാജ്യത്ത് വളർന്നു വന്ന ഒരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ ആ അന്തരീക്ഷത്തിൻ്റെ സൃഷ്ടിയാണ് ഇന്നത്തെ മോഡി സർക്കാർ എന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് എന്തൊക്കെ ചെയ്യാമായിരുന്നു ആ സമയത്ത്? ആ അന്തരീക്ഷം മോഡി സർക്കാർ ഉപയോഗിച്ചു, ഉപയോഗിച്ചു. പക്ഷേ അതിൻ്റെ ഇന്ത്യയിൽ അങ്ങനെ സ്ഥിരമായി തീവ്രമായ ഒരു വികാരം ഇന്ത്യ അതല്ല. ഇന്ത്യയുടെ പാരമ്പര്യം അതല്ല. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഈ വർഗീയ വികാരം സ്ഥിരമായി നിലനിർത്താൻ സാധ്യമല്ല. ആ താപനില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ആക്ഷേപം എന്ന് പറയുന്നത് ഈ കുടുംബാധിപത്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എല്ലാ കാലത്തും രാഷ്ട്രീയ പ്രതിയോഗികൾ പറഞ്ഞുകൊണ്ടേയിരുന്നൊരു ആക്ഷേപം അതുതന്നെയാണ്. റോബർട്ട് വധേര തനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഇത് നൽകുന്നൊരു മെസ്സേജ് എന്താണ്? ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ, അതിനെക്കുറിച്ച് തീരുമാനിക്കേണ്ട പാർട്ടിയല്ലേ, പാർട്ടി തീരുമാനമെടുത്തിട്ടില്ലോ. കുടുംബാധിപത്യമൊന്നും തെറ്റില്ല. ഈ നെഹ്റു ഫാമിലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യ ഒരുമിച്ച് കാണുന്നൊരു ഫാമിലിയാണ്. എല്ലാ പ്രദേശത്തെയും എല്ലാ ജാതിയും മതവൽക്കൊണ്ട് എല്ലാവരെയും ഒരുപോലെ കാണുന്നൊരു ഫാമിലി. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആ വാല്യൂസ്, അതിൻ്റെ ടോൾ ബെയേഴ്സ് ഈ ഫാമിലിയാണ്. അതുകൊണ്ടാണ് ഈ ഫാമിലിക്ക് ഒരു പ്രത്യേകത ഉള്ളത്. അതുകൊണ്ടാണ് എത്രമാത്രം പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടും രാഹുൽ ഗാന്ധി തകരുന്നതിന് പകരം രാഹുൽ ഗാന്ധി കൂടുതൽ ജനസമ്പന്നനായി വളരാൻ കാരണമുണ്ടാണല്ലോ. ഈ ഫാമിലി ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ. അദ്ദേഹം തകർക്കാൻ എന്തെല്ലാം ശ്രമം നടത്തി. സവർക്കർക്കെതിരായ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പാർലമെൻറ്റ് അംഗത്തിൽ നിന്ന് റദ്ദാക്കിയില്ലേ, വീടൊഴിയാൻ പറഞ്ഞില്ലേ, 8 സ്റ്റേറ്റിലായിട്ട് 20-ലേറെ കേസുകളെടുത്തില്ലേ, ഒരു ദിവസം മുഴുവൻ ED ക്വസ്റ്റ്യൻ ചെയ്തില്ലേ. രാഹുൽ തളർന്നില്ലല്ലോ. അന്നത്തേക്കാൾ രാഹുൽ ഗാന്ധി ജനങ്ങളുടെ ജനസമ്മതനായില്ലേ. അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ ജനങ്ങൾ വളരെ കൂടുതൽ ക്രിട്ടിക്കലാണ്. കേരളത്തിലെ ഏറ്റവും ജനസമ്മതനായ നേതാവ് രാഹുൽ ഗാന്ധി, അൺക്വസ്റ്റ്യൻഡ് ഒന്നില്ലേ. അപ്പോൾ എന്തോ അവരുടെ വിശ്വാസം കൊണ്ട് അതുകൊണ്ടാണ്. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തെ LDF ഇടതുമുന്നണി ഇപ്പോഴും വലിയ ശക്തമായി തന്നെ വിമർശിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ. അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റതാണ്. കാരണം രാഹുൽ ഗാന്ധി 2019 സ്ഥാനാർത്ഥിയായപ്പോൾ ഇന്ത്യ മുന്നണി ഇല്ലായിരുന്നു. ഇന്ത്യ മുന്നണി ഇല്ലാത്തപ്പോൾ ആണ് രാഹുൽ ഗാന്ധി മത്സരിച്ചത്. അത് 4 ലക്ഷത്തിലേറെ വോട്ടിന് പുരുഷൻ ജയിച്ചതാണ്. വയനാട്ടിലെ ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് ജയിപ്പിച്ച സ്ഥാനാർത്ഥി സിറ്റിംഗ് MP. ആ സിറ്റിംഗ് MP മത്സരിക്കുമ്പോൾ ഇന്ത്യ മുന്നണി ഉണ്ടായ സാഹചര്യത്തിൽ വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധിക്കെതിരായ സ്ഥാനാർത്ഥി നിർത്താൻ പാടില്ലായിരുന്നു. അതാണ് LDFിന് പറ്റിയ തെറ്റ് എന്നെൻ്റെ അഭിപ്രായം.
അങ്ങനെ വരുമ്പോൾ അവിടെ BJPയും ഇന്ത്യ സഖ്യം എന്ന രീതിയിലൊരു മത്സരം അതായിരുന്നു വേണ്ടിയിരുന്നത് എന്നാണോ അങ്ങ് പറയുന്നത്? ആർക്കും മത്സരിക്കാം, പക്ഷേ LDF മത്സരിക്കേണ്ട ആവശ്യമില്ല. LDF അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു പ്രതിഫലനം, കേരള രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കുന്ന ഒരു പ്രതിഫലനം എന്തായിരിക്കും? BJP അത് തന്നെയാണല്ലോ ആഗ്രഹിക്കുന്നത്. BJPക്ക് ഒരു സ്പേസ് കൊടുക്കുന്നതിന് തുല്യമല്ല. ഇന്ത്യ മുന്നണിയുടെ ഇന്ത്യയിലെ ഏറ്റവും പൊതുസമ്മതനായ നേതാവ് അദ്ദേഹം വയനാട്ടിലെ സിറ്റിംഗ് MP ആയിപ്പോയി. അപ്പോൾ ആ സിറ്റിംഗ് മത്സരിക്കാതിരിക്കുക, അതായത് എൻ്റെ അഭിപ്രായം. അതായത് LDF ചെയ്യുന്നുണ്ടെന്ന എൻ്റെ അഭിപ്രായം. അപ്പോൾ അവിടെ ഒരു CPI സ്ഥാനാർത്ഥി അവിടെ LDF മത്സരിക്കാൻ പാടില്ല. 2019 മുതൽ രാഹുൽ ഗാന്ധി അവിടുത്തെ സിറ്റിംഗ് MP ആണ്. അന്ന് ഇന്ത്യ മുന്നണി ഇല്ല. അതുകൊണ്ടായിരിക്കുമോ രാഹുൽ ഗാന്ധി ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനമൊക്കെ ഉയർത്തിക്കൊണ്ട്? അതുകൊണ്ടല്ല, മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ അന്ന് മുതൽ അത് തുടർച്ചയായി അറ്റാക്ക് ചെയ്യുന്ന രാഹുൽ ഗാന്ധിയാണ്. നരേന്ദ്രമോദിയെ എതിർക്കുന്നതിൻ്റെ 100 ഇരട്ടി ശക്തമായി എതിർക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. നരേന്ദ്രമോദിയെ വല്ലപ്പോഴും ഒന്ന് പാസിംഗ് റെഫറൻസായിട്ട് പറയും. അത് സ്റ്റാലിൻ്റെ ഭാഷയിൽ പറയുന്നില്ല. എതിർക്കിൻ്റെ കുന്തമനം മുഴുവൻ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണ്. അതാണ് സത്യം. രാഹുൽ ഗാന്ധിയെ നിരന്തരം വിമർശിക്കുകയും BJPയെ വിമർശിക്കാതിരിക്കുകയും ചെയ്യുന്നത് അവർ CPM BJP ബാന്ധവം എന്നാണ്. ബാന്ധവം ഞാൻ പറഞ്ഞിട്ടില്ല. ബാധമൊന്നും ഞാൻ പറഞ്ഞില്ല. നരേന്ദ്രമോദിയെ പിണറായി വിജയൻ ഭയക്കുന്നു, അതാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഈ രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള അന്തർധാരകളുണ്ട്. നരേന്ദ്രമോദി കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ്, പ്രധാനമന്ത്രിയാണ്. ഇത് ഒരുപാട് സോഴ്സുണ്ട്. കേരളത്തിൽ ഇതൊക്കെ പറഞ്ഞാലും BJPക്ക് ഒരു സീറ്റ് കിട്ടത്തില്ല, അദ്ദേഹത്തിന് അറിയാം. എത്ര ശ്രമിച്ചാലും കിട്ടത്തില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, BJPയുടെ ആഗ്രഹം, BJPക്ക് സീറ്റ് കിട്ടുന്നില്ലെങ്കിൽ കോൺഗ്രസിന് സീറ്റ് കുറയ്ക്കണം. അതിന് സാധിക്കുക ശത്രുവിൻ്റെ ശത്രു മിത്രം, അല്ലാതെ സംസാരം നടത്തുന്ന ഞാൻ പറയത്തില്ല. കോൺഗ്രസിൻ്റെ സീറ്റ് കുറയ്ക്കാൻ ചിലപ്പോൾ CPM ഒരു ഉപകരണമാണെന്നെങ്കിൽ ആയിക്കോട്ടെ എന്നൊരു അന്തർധാര ഉണ്ടെന്നാണ് പൊതുവെ പറയുന്നത്. അല്ലാതെ ED ഉപയോഗിച്ച് പിണറായി വിജയനെ വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്ക് പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ മറ്റുള്ളവർ അങ്ങയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ നേതാവിനും KPCC അധ്യക്ഷനായാലും ആ രീതിയിലാണ് വിമർശനം എൻ്റെ ശൈലി 84 വയസ്സായി, കേസുകാരനായി തുടങ്ങി എനിക്ക് 84 വയസ്സായി. ഇനി അവസാന കാലത്ത് എൻ്റെ ശൈലി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ വിമർശിച്ചോട്ടെ, അങ്ങെന്തായാലും വ്യക്തിപരമായ വിമർശനത്തിന് ആഗ്രഹിക്കുക. അത് രാഷ്ട്രീയ പ്രതിയോഗികളായാലും ഇല്ല. പ്രത്യയശാസ്ത്രത്തെ എതിർക്കും ഞാൻ, അവരുടെ വീഴ്ചകൾ എതിർക്കും, ഭരണ നടപടികൾ എതിർക്കും. അല്ലാതെ കുടുംബത്തെ ആക്ഷേപിക്കാനോ അതിനൊന്നും എന്നെ കിട്ടത്തില്ല. അങ്ങയുടെ ഈ ഒരു ശൈലി ആയതുകൊണ്ടാണോ രാഷ്ട്രീയ ശത്രുക്കൾ പോലും അങ്ങേ വ്യക്തിപരമായി വിമർശിക്കാൻ വരാത്തത്? ഇപ്പോൾ ഈ രാജ്നാഥ് സിംഗ് വരെ വന്ന് അങ്ങേ പുകഴ്ത്തിയിട്ടാണ് പോയത്. കേരളത്തിലെ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തൊരു നേതാവ് ഞാനാണ്. 2019 പാർലമെൻറ്റ് ഇലക്ഷൻ തോറ്റതിന് ശേഷം എനിക്കെതിരായിട്ട് കേരളത്തിൽ നടന്നൊരു ഭീകരാക്രമണം, സംഘടിതമായ സോഷ്യൽ മീഡിയ അറ്റാക്കാണ്. സംഘടിതമായി, അയ്യോ ഭയങ്കര. അങ്ങനെ എടുത്ത് നോക്കൂ, അവിടുന്ന് ഇവിടുന്ന് എല്ലാ ഭാഗത്തും ആക്രമണമായിരുന്നു. പക്ഷേ അതൊക്കെ അല്പായുസായിപ്പോയി. ഇപ്പോൾ വീണ്ടും അത് കൂടിയില്ലേ? ഫേസ് കുറേ കഴിയുമ്പോൾ സത്യം തെളിയുമല്ലോ. ഈ പൂരം വെടിക്കെട്ടിനിടയിൽ ഒരുപാട് പൊടിപടലങ്ങളുണ്ട്. വെടിക്കെട്ട് കഴിയുമ്പോഴത്തേക്ക് സത്യം വരുമല്ലോ. ഏത് രീതിയിൽ സത്യം വരുമെന്നാണ് കരുതുന്നത്? സത്യം വരുന്നത് വെച്ചാൽ എല്ലാ സത്യങ്ങളും സത്യമായിട്ട് നിൽക്കും. UDF 20 വിജയിക്കും. വിജയിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. തോൽക്കാൻ ഞാൻ നോക്കുന്ന ഒരു സീറ്റ് കാണുന്നില്ല. ഈ BJP നേതാക്കൾ ഇവിടെ മുൻ മുഖ്യമന്ത്രിമാരായ K. കരുണാകരനെ, AK ആന്റണി ഇപ്പോൾ വലിയ രീതിയിൽ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തു തോന്നുന്നു? പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. എനിക്ക് വ്യക്തിപരമായി എനിക്ക് ശത്രുക്കളില്ല. എൻ്റെ ശത്രു പ്രത്യയശാസ്ത്രങ്ങളാണ്. ഞാൻ ഗാന്ധി, നെഹ്റു പ്രത്യയശാസ്ത്ര വിശ്വവിദ്യാലയത്തിലാണ്. ഈ അനിലാന്റണിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിലുമായി ആ സമയത്തൊരു സാഹചര്യവുമായി ഇപ്പോൾ അങ്ങ് പൊരുത്തപ്പെട്ടു? ഒരു മാസം കഴിഞ്ഞ് പൊരുത്തപ്പെട്ടു. കാരണം ഇപ്പോൾ ഞാൻ പൊരുത്തപ്പെട്ടു. അവൻ BJP, ഞാൻ കോൺഗ്രസ്. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, വീട്ടിൽ വരുമ്പോൾ നമുക്ക് രാഷ്ട്രീയം വേണ്ടോ? വീട്ടിൽ രാഷ്ട്രീയമില്ല. നിങ്ങൾ അന്വേഷിച്ച് ചോദിക്കുക. KSUവിൻ്റെ ചേർന്ന് അന്ന് മുതൽ നിലപാടാണ്. കുടുംബം വേറെ, രാഷ്ട്രീയം വേറെ.
സാധാരണ നേതാക്കന്മാരുടെ വീട്ടിലെ അച്ഛൻ മകൻ അല്ലെങ്കിൽ അച്ഛൻ മകൾ രണ്ട് പാർട്ടിക്കാരായിരുന്നാൽ അതൊരു സാധാരണ നേതാവിൻ്റെത് പോലല്ല. എ കെ ആന്റണി എന്ന നേതാവിന്റെ വീട്ടിലും അല്ലെങ്കിൽ കെ കരുണാകരൻ എന്ന നേതാവിന്റെ വീട്ടിലും ഈ ഒരു അവസ്ഥ വരുമ്പോൾ മലയാളികൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൗതുകം തോന്നും. ഇപ്പോഴല്ലേ ഉണ്ടായത്. എൻ്റെ കുടുംബചരിത്രം അതല്ല, കുടുംബചരിത്രമല്ല, രാഷ്ട്രീയം വേറെ കുടുംബം വേറെ. അങ്ങനെ ഒരു കൗതുകം ഉള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. കുടുംബചരിത്രം തന്നെ അതാണ്, കുടുംബം വേറെ രാഷ്ട്രീയം വേറെ. തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലെത്തിയിരിക്കുന്ന സമയത്ത് ഈ പ്രചാരണമൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അണികളിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷനൊക്കെ എങ്ങനെയാണ്? അണികൾക്ക് വളരെ ആവേശമായിരിക്കണം, വലിയ ആവേശമാണ്. ഇപ്പോൾ നടക്കുന്ന പരിപാടികൾക്കെല്ലാം വലിയ പങ്കാളിത്തമുണ്ട്. കോൺഗ്രസ് അണികൾക്ക് ഒരു ഡു ഓർ ഡൈ എന്നൊരു തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ. അതിശയകരമായി ഒരു ആവേശം വന്നിട്ടുണ്ട്. ഞാനൊക്കെ KS യൂത്ത് കോൺഗ്രസ് കാലത്ത് പ്രവർത്തിച്ച പോലുള്ള ഒരു വല്ലാത്തൊരു ഇളക്കം കാണുന്നുണ്ട്. നല്ല വെയിലിൽ കൊടി ചൂടല്ലേ, സൂര്യാഘാതം ഉണ്ടാകുന്ന കാലാവസ്ഥയാണ്. എന്നിട്ടും ആൾക്കാർ ഇങ്ങനെ നടക്കുകയാണ്. അവർക്കൊപ്പം നടക്കാൻ സാധിക്കത്തിലുള്ള ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. മനസ്സിലാഗ്രഹമുണ്ട്, ശരീരം അനങ്ങുന്നില്ല. സാധാരണ ഈ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഈ അവസാന ദിവസങ്ങൾ, ഈ കൊട്ടിക്കലാശത്തിന് തൊട്ട് മുന്നേയുള്ള ദിവസങ്ങളിലൊക്കെ എ കെ ആന്റണി എന്നുള്ള നേതാവ് തിരുവനന്തപുരത്ത്, അറ്റ്ലീസ്റ്റ് തിരുവനന്തപുരത്തെങ്കിലും ഒരു റോഡ് ഷോ അങ്ങേടത് ഒരു പതിവ് കാഴ്ചയാണ്. ആ കാഴ്ച ഇക്കുറി ഉണ്ടാകുമോ? 2019 ശേഷം ആ കാഴ്ചയില്ല. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ അതില്ലായിരുന്നു. അസംബ്ലി ഇലക്ഷൻ പ്രവർത്തനം മുഴുവൻ KPCC ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടാണ്. കെ സുധാകരനും VD സതീശിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയൊരു നിരയാണ്. രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, ഈ രീതിയിലുള്ള നേതൃനിരയിലാണ് ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസ് ഭാവി. അതെ, അവരുടെ കയ്യിലാണ് ഈ സംസ്ഥാന കോൺഗ്രസിന്റെ ഒരു ഭാവി. ഇതിൽ അങ്ങക്ക് ഈ പുതിയ തലമുറ അല്ലെങ്കിൽ ഇപ്പോൾ നേതൃത്വം നൽകുന്ന ഈ നേതൃനിരയ്ക്ക് അവരോട് നൽകാനുള്ളൊരു സന്ദേശം എന്താണ്? ഒരുമിച്ച് പോകണം, ഒരുമിച്ചാണ് പോകുന്നത്. ഇടയ്ക്ക് അവർ പ്രസിഡന്റും പ്രതിപക്ഷം തമ്മിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ മറനീക്കി പുറത്തു വരുന്നുണ്ട്. ഇപ്പോഴവർ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറഞ്ഞത് 5 നേതാക്കന്മാരെങ്കിലും പരസ്പരം ആലോചിച്ചിട്ടാണ് ഓരോ ദിവസത്തെ തീരുമാനിക്കുന്നത്. സംസ്ഥാന കോൺഗ്രസ് സംസ്ഥാന ലെവലിൽ പാർട്ടിക്കകത്ത് ഒരു ഭിന്നതയുമില്ല. പ്രാദേശികമായി ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോഴും ഞാൻ പറയുന്നില്ല. കുറഞ്ഞത് 5 നേതാക്കന്മാരിൽ ശശി തരൂർ ഉൾപ്പെടെ തന്നെയാണോ അങ്ങ് പറയുന്നത്? ഞാൻ പറയുന്നില്ല, പേര് ഞാൻ പറയുന്നില്ല. ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. അമൃത TV എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായിട്ടുള്ള ആശംസകൾ.